എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28-ാം തീയതിയാണ് നമ്മുടെ സ്വന്തം DQവിന്റെ ജന്മദിനമാണ്. മലയാളത്തിനേക്കാൾ കൂടുതലും അന്യഭാഷാ ചിത്രങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന DQവിന്റെ ഒരു മലയാള സിനിമ അടക്കം 5 പ്രധാനപ്പെട്ട സിനിമകളുടെ അപ്ഡേറ്റ് ആണ് നാളെ പുറത്തുവരാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നാളെ ജൂലൈ 28-ാം തീയതി മലയാളികളുടെ സ്വന്തം DQവിന്റെ ജന്മദിനമാണ്. 42 വയസ്സ് തികയാൻ പോകുന്ന DQവിന് ആദ്യം തന്നെ അഡ്വാൻസ് ജന്മദിനാശംസകൾ നേരുകയാണ്. ഇനി 5 പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്ന DQവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് കാന്ത. ചിത്രത്തിന്റെ അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നാളെ പുറത്തുവരുമെന്നാണ് ഒഫീഷ്യലായി ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. നാളെ 2 മിനിറ്റും 31 സെക്കൻഡുമുള്ള ഒരു ഒഫീഷ്യൽ ടീസർ കാന്ത സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നീണ്ട നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണല്ലോ DQവിന്റെ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന ചിത്രം. നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. DQ ഇതുവരെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കുഞ്ഞിക്കയുടെ ജന്മദിനം പ്രമാണിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നാളെ ഒരു ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ പുറത്തു വരാൻ ചാൻസ് ഏറെയാണ്. DQവിന്റെ ഈ വർഷം തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു അന്യഭാഷാ ചിത്രമാണ് ആകാംക്ഷലോ ഓക്കെ താര. ഈ ഒരു ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ അണിയറ പ്രവർത്തകർ നാളെ പുറത്തുവിടുമെന്നാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 4ാമത്തെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര നിർമ്മിക്കുന്നത് DQവിന്റെ നിർമ്മാണ കമ്പനിയാണല്ലോ. മലയാള സിനിമയിൽ പുതിയൊരു യൂണിവേഴ്സിലേക്കുള്ള ചിത്രമായിരിക്കും തുടക്കം കുറിക്കുന്ന ചിത്രമാണ് ലോക. കുഞ്ഞിക്കയുടെ ജന്മദിനം അനുബന്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ നാളെ പുറത്തുവരുമെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി അപ്ഡേറ്റ് വന്നിരുന്നു. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. 5ാമത്തതും അവസാനത്തെയുമായ അപ്ഡേറ്റ് ആണ് പൂജ ഹെഡ്ജും DQവും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നാളെ പുറത്തുവരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്. ആരൊക്കെയാണ് ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.